السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്ന തെറ്റുകളെല്ലാം അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുറേ ആളുകൾ അയച്ച് ചോദിച്ച ഒരു മെസ്സേജിൻ്റെ ഒരു റിപ്ലൈ എന്നർത്ഥം ഇന്നത്തെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇന്ന് ആവിഷ്കരിച്ചിട്ടുള്ളത്. കുറേ ആളുകളുടെ സംശയമാണ്, ഒരു പരാതിയാണ്, തങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു രക്ഷ ഞങ്ങൾക്കില്ല, ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല തങ്ങളെ. കുറേ കാര്യങ്ങൾ സ്വപ്നവുമായി ആഗ്രഹങ്ങളുമായി ഞങ്ങൾ നടന്നു നീങ്ങി, ഒന്നും ഞങ്ങൾ നടക്കുന്നില്ല, ഒരു ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നില്ല. എന്തോ ഒരു തടസ്സം പോലെ, എന്തോ ഒരു മുറുക്കം പോലെ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ആഗ്രഹങ്ങൾ നടക്കാൻ, നമ്മളെ സ്വപ്നങ്ങൾ നിറവേറാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്ത് ദിക്റാണ് ചൊല്ലേണ്ടത്? എന്ത് അമലാണ് ഞങ്ങൾ പതിവാക്കേണ്ടത് തങ്ങളെ എന്ന് ചോദിച്ച് പരാതി പറയുന്ന ധാരാളം ആളുകളുണ്ട്. മെസ്സേജിൽ, അതായത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് വിളിക്കുന്ന ആളുകൾ, എൻ്റെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്ന് പരാതികൾ പറയുന്ന ആളുകൾ, അവരൊക്കെ പറയുന്നത് തങ്ങൾ എത്ര പ്രയാസമാണ്, ഞങ്ങൾ ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ല. ഞങ്ങളെ ഹലാലായ ആഗ്രഹങ്ങൾ, ധാരാളം ആഗ്രഹങ്ങളുമായിട്ടാണ് ഞങ്ങൾ ജീവിച്ചു നീങ്ങുന്നത്. അതൊക്കെയാണ് ഞങ്ങളെ സ്വപ്നങ്ങൾ. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങൾ വലുതാണ്. മനുഷ്യൻ ആഗ്രഹങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന്റെ സ്വപ്നം അതാണ്, അതിനു വേണ്ടിയാണ് അവൻ ജീവിക്കുന്നത് തന്നെ, അവന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ. എന്താണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം? എന്താണ്? തനിക്കൊരു മകൻ അല്ലെങ്കിൽ മകളുണ്ടാകുന്ന സമയത്ത് അവന്റെ ആഗ്രഹം ഇവരൊന്ന് വലുതായി, ഒരു മകനാണെങ്കിൽ നല്ലൊരു റാഹത്തായ ജോലിക്ക് പോയി ഒന്ന് കാണണം, എന്നിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കാൻ എന്നൊരു കുടുംബനാഥനാൽ ആഗ്രഹിക്കും. പിന്നെ അവന്റെ കല്യാണമാണ്, അവനൊന്ന് കെട്ടിക്കാണണം, അല്ലെങ്കിൽ അവളെ ഒന്ന് കെട്ടിച്ച് കാണണം, എന്നിട്ട് എനിക്കൊന്ന് കണ്ണടക്കണം. അതാണ് ഒരു കുടുംബനാഥന്റെ ആഗ്രഹം. അതിനു വേണ്ടി അവൻ സ്വപ്നങ്ങൾ കീഴടക്കുകയാണ്. പിന്നെ ഒരു കുടുംബിനി ആഗ്രഹം തന്നെ, അത് തന്നെയാണ് ഒരു കുടുംബിനിയുടെ ആഗ്രഹം. തനിക്കൊരു മക്കളുണ്ടായി കഴിഞ്ഞാൽ അവരൊന്ന് വലുതായി നല്ല നല്ല റാഹത്തായ ജോലിയെടുത്ത് കാണണം, അല്ലെങ്കിൽ അവരെ കല്യാണം എൻ്റെ 2 കണ്ണുകൊണ്ട് കാണണം. അതൊക്കെയാണ് ആഗ്രഹങ്ങൾ. അങ്ങനെ വിളിച്ച് അറിയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. തങ്ങളെ 30, 34, 35, 36 വയസ്സായി തങ്ങളെ, അവന്റെ കല്യാണം കണ്ടിട്ട് അവനൊന്ന് കൂട്ടിക്കൊടുന്നിട്ട് മതി, എനിക്കൊന്ന് കണ്ണടച്ചാ മതി, അവനൊരു പെണ്ണിനെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മരുമകളായി കൂട്ടിക്കൊടുന്നിട്ട് എനിക്കൊന്ന് കണ്ണടച്ചാ മതി എന്ന് പൊട്ടിക്കരഞ്ഞ്, ഇവിടമിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്ന ആളുകളുണ്ട്, ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, ലാഹിക്കായ ഒരു ഇണയെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആഗ്രഹങ്ങളാണ്. പിന്നെയോ ആഗ്രഹം എന്താണ്? മസ്കനാണ്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭാര്യയും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം കോട്ടേഴ്സിൽ നിൽക്കുന്ന കാലത്തോളം, വാടക കൊടുത്ത് നിൽക്കുന്ന കാലത്തോളം അവരാഗ്രഹം എന്താണ്? ഒരു മസ്കനാണ്, റാഹത്തായ ഒരു വീട്,
സ്വന്തമായിട്ട് റാഹത്തായൊരു ഭവനം എനിക്കുണ്ടാകണം. അതിനു വേണ്ടി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവൻ മെനഞ്ഞു കൂട്ടുകയാണ്, നെയ്തു കൂട്ടുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു മസ്കന്, ഒരു ഭവനം കണ്ടിട്ട് അതിലൊന്ന് താമസിച്ചിട്ട് എനിക്ക് മരണപ്പെട്ടാ മതി എന്നാണ് ആ കുടുംബത്തിന്റെ ആഗ്രഹം. എന്താണോ ആഗ്രഹം, നിങ്ങളുടെ എന്താഗ്രഹമാണോ, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ധാരാളം ആഗ്രഹങ്ങളാണ്. ജോലി കിട്ടി, നല്ല വിദ്യാഭ്യാസം നൽകി, നല്ല റാഹത്തായി പഠിച്ച ജോലി കിട്ടണം, അതിനു വേണ്ടി ആഗ്രഹിക്കാത്തവരില്ല. അങ്ങനെ ധാരാളം ആഗ്രഹങ്ങളാണ്, ധാരാളം ആഗ്രഹങ്ങൾ ഞാൻ എണ്ണി പറയുന്നില്ല. അങ്ങനെ ധാരാളം ആഗ്രഹങ്ങളുമായി സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളാണ് മനുഷ്യൻ. ആ സ്വപ്നവുമായി തലയിലേറ്റി സഞ്ചരിക്കുന്ന ആളാണ് ഒരു മനുഷ്യൻ. ആ മനുഷ്യനിക്ക് ധാരാളം ആഗ്രഹങ്ങളാണ് ജീവിതത്തിൽ. ആ ആഗ്രഹങ്ങൾ സഫലമാകണം. നമ്മൾ എന്ത് ഹലാലായ എന്തു മുറാദും നിങ്ങൾക്ക് ഹാസിലാവണോ, റാഹത്തായി അത് നടക്കണോ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന അമലിനെ നിങ്ങൾ സ്വീകരിച്ചോ. ഈ സയ്യിദിയ മജ്ലിസിൽ നിന്ന് പറയുന്ന ഈ അമലിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഹലാലായ ആഗ്രഹങ്ങളും അത് മുറാദാകും, അത് നടന്നു കിട്ടും. ഇത് ഞാനല്ല പറയുന്നത്, മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അമലാണ്. മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അമലാണ്. എന്താഗ്രഹങ്ങളും നിങ്ങൾ നടക്കൂല, അത് ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് നടക്കൂല. കുറെ ചിന്തിച്ചതാണ്, ഞാൻ കുറെ ആഗ്രഹിച്ചതാണ്, അതൊരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്ന നിങ്ങൾ തലകുത്തി മറിഞ്ഞിട്ട് നടക്കാത്ത ഒരാഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടണമെങ്കിൽ ഈ അമല് നിങ്ങൾ സ്വീകരിച്ചു നോക്ക്. നിങ്ങൾ ആഗ്രഹം ഹലാലാണോ, ഹലാലായ ആഗ്രഹമാണോ, അത് റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് അത് നടന്നു കിട്ടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ മജ്ലിസിൽ നിന്ന് ആരെങ്കിലും അമല് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈ മജ്ലിസിൽ നിന്ന് ആരെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും. കാരണം ഇത് മഹാന്മാരുടെ കാവലുള്ള മജ്ലിസാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവലും നോട്ടവുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരത്തെത്തിയ മഹാനായ ഖുതുബ് ജമലുൽ പാപ്പാന്റെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ അനുഗ്രഹം കൂടി, അവിടുത്തെ ഇജാസിയത്ത് പ്രകാരമാണ് ഇവിടുത്തെ പാരമ്പര്യ ചികിത്സാ രീതിയും പിന്നെ ഇവിടുത്തെ മജ്ലിസും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ മജ്ലിസിൽ നിങ്ങൾ എന്ത് സ്വീകരിച്ചാലും, എന്ത് അമൽ സ്വീകരിച്ചാലും അത് നടക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. നടന്ന ചരിത്രവുമുണ്ട്. ധാരാളം ആളുകൾക്ക് ഞാൻ ഈ അമല് പറയുമ്പോൾ എനിക്കൊരു അത്ഭുതമായ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, ഒരു അത്ഭുതമായ കാര്യം. കാരണം എൻ്റെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ധാരാളം ഭാഗങ്ങളിൽ നിന്ന്, കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും പല ഭാഗങ്ങളിൽ, ഇടുക്കി, വയനാട്, അങ്ങനെ കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ആളുകൾ ധാരാളമായി വരുന്ന സമയത്ത് അതിലൊരാൾ, ഒരു സഹോദരി കണ്ണൂരിൽ നിന്ന് വന്നു. ആ സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, തങ്ങളെ ഞാൻ വളരെയധികം വിഷമത്തിലാണ്, വളരെ പ്രയാസത്തിലാണ്, അതുകൊണ്ടാണ് അത്രയും ദൂരം താണ്ടി നിങ്ങളെ കാണാൻ ഞാൻ വന്നത്. ആ സ്ത്രീ പറയാണ്, ആ സഹോദരി പറയാണ്, അത്രയും ദൂരം സഞ്ചരിച്ച് നിങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് എൻ്റെ സങ്കടം പറയണം. ഇവിടെ നിന്നൊരു എനിക്കതിന് ഉത്തരമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി പൊട്ടിയങ്ങ് കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളെ വിഷമിക്കല്ലേ, എന്താണ് കാര്യങ്ങൾ കാര്യം പറയുമെന്ന് പറഞ്ഞ സമയത്ത് ആ സഹോദരി പറഞ്ഞത്, എൻ്റെ ഭർത്താവിനെ കണ്ടിട്ട് തങ്ങളെ ഞാൻ 10 വർഷമായി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ തെറ്റിപ്പോയതാണോ, എന്താണ് പ്രയാസം എന്ന് ചോദിച്ചപ്പോൾ 10 വർഷത്തിനടുത്തായി തങ്ങളെ എൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ട്. കാരണം ഭർത്താവ് സൗദി അറേബ്യയിലെ ജയിലിലാണ്.
സൗദി അറേബ്യയിലെ ജയിലിലാണ്. അവിടുത്തെ ലോക്കലുമായി, അവിടുത്തെ ഒരു പൗരനുമായി ഉണ്ടായ ഒരു വാക്ക് തർക്കത്തിൽ അത് കച്ചറയായി, അടിയായി. ഇപ്പോ സൗദി അറേബ്യയിലെ ജയിലിലാണ് തങ്ങളെ. പ്രയാസമാണ്. കുടുംബം ആ അത്താണിയിലാണ്, അവിടുത്തെ അത്താണിയിലാണ്. അവിടുത്തെ എന്തെങ്കിലും നയിച്ചിട്ട് വേണം ഞങ്ങളെ കുടുംബം മുന്നോട്ട് പോകാൻ. കുടുംബം വളരെ പ്രയാസത്തിലാണ് തങ്ങളെ, വളരെ വിഷമത്തിലാണ്, സങ്കടത്തിലാണെന്ന് പറഞ്ഞ് ആ യുവതി പൊട്ടി കരഞ്ഞു. ആ സമയത്ത് കാര്യങ്ങൾ ഞാൻ നിർവഹിച്ചു കൊടുത്തു. അവർക്ക് കൊടുത്ത ഒരു അമലാണ് ഈ അമൽ. അവരോട് ഞാൻ ചൊല്ലാൻ പറഞ്ഞു, അവരോട് ഞാൻ ഈ കാര്യങ്ങൾ ദായിമാക്കാൻ പറഞ്ഞ സമയത്ത് ഒരാത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആ അമൽ സ്വീകരിക്കുകയും പിന്നെ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോള് ഞാനെടുത്ത് സംസാരിച്ച സമയത്ത് സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി അവർ പറഞ്ഞത് തങ്ങളെ റാഹത്തായി, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. വളരെയധികം സന്തോഷത്തോടെ അവർ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് ഇനി ഇൻഷാ അല്ലാഹ് 2 മാസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരും, എല്ലാ കാര്യങ്ങളും റാഹത്തായി തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷഭരിതമായി, സന്തോഷത്തോടുകൂടി അവർ വിളിച്ച് പറഞ്ഞൊരു രംഗം കൂടി. അതുകൊണ്ടാണ് ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ആയിട്ട് ഈ അമൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അമൽ ആരെങ്കിലും എന്താഗ്രഹം വെച്ച് ചെയ്താലും അത് നടക്കുക തന്നെ ചെയ്യും. എന്റെ ഭർത്താവിനെയും കൂട്ടി അവരെൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതൊക്കെയാണ് ഇത്തരം അമലുകൾ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി നിങ്ങൾ സ്വീകരിച്ചു നോക്ക്. നിങ്ങൾ എന്ത് ഹലാലായ എന്ത് മുറാദുകളും നിങ്ങൾ നടക്കൂല. ഒരിക്കലും അത് ചിന്തിച്ചിട്ട് പോലും കാര്യമില്ല. അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ദൂരത്താണല്ലോ, നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയൂല എന്ന് വിചാരിക്കുന്നത് പോലും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുക തന്നെ ചെയ്യും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു കബൂലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ എല്ലാ അമലുകളും അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല അല്ലാ. നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെല്ലാ അമലുകളും അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. എന്താണ് അമൽ? ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാനായ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഈ അമൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മുറാദുകളും, നിങ്ങളുടെ ഹലാലായ എന്ത് മുറാദുകളും നടക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ല, മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഈ അമലിനെ ചെയ്താൽ നിങ്ങൾക്ക് ഏത് ആഗ്രഹങ്ങളും, നിങ്ങൾ നടക്കൂല എന്ന് വെച്ച ഏത് ആഗ്രഹങ്ങളും അല്ലാഹു നടത്തി തരും. എന്താണ് അമല്? നിങ്ങൾ 21 ദിവസം പതിവാക്കുക. സൂറത്തുൽ ഫത്ഹിനെ നിങ്ങൾ പതിവാക്കുക. നിങ്ങൾ 21 ദിവസം സൂറത്തുൽ ഫത്ഹിനെ പതിവാക്കുകയും 498 പ്രകാരം, അഭിജദിന്റെ കണക്ക് പ്രകാരം 498 വട്ടം യാ ഫത്താഹ് യാ അല്ലാഹ് എപ്പോഴാണ് നിങ്ങൾ ചൊല്ലേണ്ടത്? സുബഹി നിസ്കരിച്ച് ആ മുസല്ലയിൽ ഇരുന്ന് 498 പ്രകാരം, അഭിജദിന്റെ കണക്ക് പ്രകാരം മഹാനായ റാസി തങ്ങൾ പറയുന്നു 498 വട്ടം നിങ്ങൾ യാ ഫത്താഹ് യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഇസ്മായ യാ ഫത്താഹ് യാ അല്ലാഹ് എന്ന് നിങ്ങൾ 498 വട്ടം ചൊല്ലുക. ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കൂല, ഈ കാര്യം ഒരിക്കലും നടക്കൂല. ഈ കാര്യത്തിലേക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് നടക്കൂല എന്ന് വെച്ച കാര്യങ്ങൾ പോലും നടന്നു കിട്ടും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് നടന്നു കിട്ടും. നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി നിങ്ങൾ ചൊല്ലി നോക്കൂ. അള്ളാഹു നടത്തിത്തരും. അള്ളാഹു നടത്തി തരുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഈ മജ്ലിസിനെ അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. 21 ദിവസം ഫത്ഹ് സൂറത്തിനെ പതിവാക്കുക. പിന്നെയോ സുബ്ഹി നിസ്കരിച്ചതിന്റെ സമയത്ത്
ആ മുസല്ലയിൽ വെച്ച് 498 വട്ടം നിങ്ങൾ എന്ത് ചൊല്ലുക? യാ ഫത്താഹ് യാ അല്ലാഹ്. അതുപോലെ മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്ന് യാ ഫത്താഹ് യാ അല്ലാഹ് എന്ന് 498 വട്ടം പറയാം. എന്ന് 498 വട്ടം നിങ്ങൾ ചൊല്ലി നോക്ക്. നിങ്ങളെ എല്ലാ മുറാദുകളും ഹലാലായ ഏത് മുറാദും അള്ളാഹു നടത്തിത്തരും. അള്ളാഹു നടത്തി തരുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളെ എല്ലാ മുറാദുകളും അള്ളാഹ് നീ കബൂലാക്കണേ, അള്ളാഹ് നീ ഹാസിലാക്കണേ, അള്ളാഹ് നീ നടത്തി തരണേ, അള്ളാഹ് നീ നടത്തി തരണേ, അള്ളാഹ് നീ നടത്തി തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ധാരാളം മുറാദുകളുണ്ട്, അള്ളാഹ് നീ ഹാസിലാക്കണേ, അള്ളാഹ് ഈ അമല് ഈ മജ്ലിസിൽ നിന്ന് അള്ളാഹ് ഞങ്ങൾ സ്വീകരിച്ചു. അല്ലാഹ് ഈ നിമിഷം മുതൽ ഞങ്ങൾ സ്വീകരിച്ചു. അല്ലാഹ് നീ ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ, അല്ലാഹ് നീ ഹാസിലാക്കി തരണേ, അല്ലാഹ് നീ ഹാസിലാക്കി തരണേ, അല്ലാഹ്. ഞങ്ങൾ ധാരാളം ആളുകൾ പ്രയാസം കൊണ്ടും രോഗികൾ, പ്രയാസമുള്ള ആളുകൾ, ധാരാളം മുറാദുകൾ മനസ്സിൽ വെച്ച് ഈ വീഡിയോസ് കാണുന്ന ആളുകൾ അല്ലാഹുവേ നീ ഹാസിലാക്കി കൊടുക്കണേ, അല്ലാഹ്. നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല, അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ചോദ്യത്തിന് നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. അത്രയും വളരെയധികം പ്രതിഫലമുള്ള ഒരു അമലാണ്, വളരെ ശ്രദ്ധമുള്ള അമലാണ്. കാരണം ഫതഹ് സൂറത്ത് 21 ദിവസം നിങ്ങൾ പാരായണം ചെയ്യുക. ഒരു ദിവസം പോലും മുടക്കാതെ 21 ദിവസം പാരായണം ചെയ്യുക. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫതഹ് സൂറത്തിന് ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ എന്നോടൊപ്പം മക്കം ഫതഹിൽ പങ്കെടുത്തവനെ പോലെയാണ്. പങ്കെടുത്തവന്റെ കൂലി എന്നല്ല, പങ്കെടുത്തവനെ പോലെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്രയും മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഫതഹ്. സൂറത്തുൽ ഫതഹ് അവതരിപ്പിച്ച സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത്, ഒരു രാത്രിയിൽ എനിക്കൊരു സൂറത്തിനെ അവതരിപ്പിച്ചു. ആ സൂറത്ത് ഏറ്റവും വളരെ മഹത്വമുള്ള സൂറത്താണെന്ന് മഹാന്മാരായ സ്വഹാബത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഫതഹ് സൂറത്തിനെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുക. 21 ദിവസം നിങ്ങൾ പാരായണം ചെയ്യുക. ആ ദിവസം തന്നെ സുബ്ഹിന്റെ ശേഷം മഗ്രിബിന്റെ ശേഷം നിങ്ങൾ യാ ഫത്താഹ് യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഇസ്മായ യാ ഫത്താഹ് യാ അല്ലാഹ് എന്ന് അബ്ജദിന്റെ കണക്ക് പ്രകാരം 498 വട്ടം നിങ്ങൾ ചൊല്ലുക. നിങ്ങൾ എന്തു മുറാദും അല്ലാഹു ഹാസിലാക്കി തരും. തറ നിൽക്കുകയാണ്, വീട് പൊന്തിനില്ല, തങ്ങളെ ചൊല്ലിക്കോ. ഈ അമല് നിങ്ങൾ സ്വീകരിച്ചോ? തറ നിൽക്കുകയാണ്, തങ്ങളെ പൊന്തുന്നില്ല വീട്. ഈ അമല് സ്വീകരിച്ചോ? തങ്ങളെ കുറ്റിയടിച്ച്, പച്ച മണ്ണിൽ കുറ്റിയടിച്ച് തറയിട്ട് കട്ടില് വെച്ച് മെയിൻ പാർപ്പ് കഴിഞ്ഞ് കീശയും മേശയും കളിയാണ് തങ്ങളെ എന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ നീ അവരെ സ്വീകരിക്കണേ, അല്ലാഹ് ഇവർക്കുള്ള എല്ലാ സാമ്പത്തികമായിട്ടുള്ള അല്ലാഹുവെ പ്രതിസന്ധികളും മാറ്റി അല്ലാഹു അതിലേക്ക് ഇറങ്ങാനുള്ളൊരു മനസ്സിനെ കൊടുക്കണേ, അല്ലാഹ്. ഈ അമല് സ്വീകരിച്ചോ? ഈ അമല് സ്വീകരിച്ചോ? അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ വീട് നിങ്ങൾക്ക് ഒരു ഭവനമാണോ നിങ്ങൾ ആഗ്രഹം? ഈ അമല് സ്വീകരിച്ചു നോക്ക്. അല്ലാഹു നിറവേറ്റി തരും. അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. അങ്ങനെ മകളുടെ കല്യാണം, മകന്റെ കല്യാണം, ഈ അമല് സ്വീകരിക്ക്, ഈ അമല് സ്വീകരിക്ക്. എന്തു പ്രയാസത്തിൽ നിന്നും അല്ലാഹു രക്ഷ നൽകും. അല്ലാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകും. എന്ത് പ്രയാസമാണെങ്കിലും, എന്ത് പ്രതിസന്ധിയാണെങ്കിലും, എന്താഗ്രഹമാണെങ്കിലും ഈ അമല് സ്വീകരിക്ക്. അല്ലാഹു നടത്തി തരുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളെ മുറാദുകൾ അല്ലാഹ് നീ ഹാസിലാക്കണേ, അല്ലാഹ് നീ ഹാസിലാക്കണേ, അല്ലാഹ് നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. അങ്ങനെ ധാരാളം പ്രയാസങ്ങളുള്ള ആളുകൾ, ധാരാളം ബുദ്ധിമുട്ടുള്ള ആളുകൾ, മെസ്സേജ് അയക്കുന്ന ആളുകൾ, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ, വിളിച്ച് സങ്കടങ്ങൾ പറയുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ എന്ത് പ്രയാസമാണെങ്കിലും നീ മാറ്റി കൊടുക്കണേ, അല്ലാഹ്. അവരെ സങ്കടം കൊണ്ടാണ് എനിക്ക് വിളിക്കുന്നത്. ഇവിടുന്ന് എന്തെങ്കിലും ഒരു അമല് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസമാണ്. ഇവിടത്തേക്ക് ഇമ്മരപ്പടിയിലേക്ക് വന്ന് സങ്കടങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ഇവിടുന്ന് റാഹത്തായി പോകുന്ന ആളുകളുണ്ട്. വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളുകളുണ്ട്. തങ്ങളെ
ആങ്ങളയുടെ കല്യാണം ശരിയായി, അല്ലെങ്കിൽ മകന്റെ കല്യാണം ശരിയായി, ഭർത്താവിന്റെ പിണക്കങ്ങൾ മാറി, തങ്ങളെ റാഹത്തായി, ഭർത്താവ് ചെലവിന് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ എണ്ണി എണ്ണി പറയുന്നില്ല, പേരുകൾ പറയുന്നില്ല, കാരണം അവർക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇതിലുണ്ട്, ഈ വീഡിയോ കാണുന്ന ആളുകളിലുണ്ട് ഇവിടുന്ന് മുറാദുകളെ ഹസ്സിലായ ആളുകൾ, രോഗം ശിഫയായ ആളുകൾ, സിഹിർ സംബന്ധമായ, കണ്ണേർ സംബന്ധമായ പൈശാചിക ഉപദ്രവങ്ങൾ ഇവിടെ വന്ന് കാര്യങ്ങൾ നിർവഹിച്ച് മാറിയ ആളുകൾ, സലാമത്തായ ആളുകൾ ധാരാളം ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ തന്നെ ഉണ്ടാകും. അല്ലാഹുവേ, നീ ഒരിക്കലും അത്തരം പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ. ഈ സയ്യിദിയ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളാണ്, സ്ഥിരമായി കാണുന്ന ആളുകളുണ്ട്, ഇവിടെ വരാൻ ബുദ്ധിമുട്ടില്ല, സ്ഥിരമായി കാണുന്ന പ്രേക്ഷകരുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവയുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. കമന്റ് ബോക്സിൽ അറിയിച്ച ആളുകൾ ഞാൻ എണ്ണി എണ്ണി പേരുകൾ വെളിപ്പെടുത്തി ഞാൻ പറയുന്നില്ല, കാരണം അത്രയുമുണ്ട്. പറഞ്ഞാൽ ഈ വീഡിയോ മതിയാവൂല, അടുത്ത വീഡിയോ മതിയാവൂല. അത്രയും ആളുകളുണ്ട്. അല്ലാഹു എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട്, ഫോൺ വിളിക്കുന്ന ആളുകളുണ്ട്, ബന്ധമുള്ള ആളുകളുണ്ട്. അല്ലാഹുവേ, അവിടെ എല്ലാ പ്രതിസന്ധികളും, അവിടെ എല്ലാ പ്രയാസങ്ങളും, അവരുടെ ബിസിനസ്സുകളും അല്ലാഹുവിനെ റാഹത്ത് കൊടുക്കണേ അല്ലാ. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇവിടത്തേക്ക് വിളിച്ച് ഇവിടത്തേക്ക് ഓടി വരുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ സയ്യിദിയ മജ്ലിസിനെ ഒരു അത്താണിയായി കരുതുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, 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 അവർക്കൊരു അത്താണിയാകണേ അല്ലാ. ഞാൻ പറയുന്നത് എൻ്റെ മഹത്വമല്ല, എന്നെ കണ്ടു നിങ്ങൾ ആരും വരണ്ട, കാരണം ഇത് മഹാന്മാരെ നോട്ടമുള്ള മജ്ലിസാണ്. ഇത് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവായ, ഞങ്ങളൊക്കെ വല്ലിപ്പയായ മഹാനായ ജമലുല്ലൈലി പാപ്പാന്റെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇവിടെ സലാമത്ത് അല്ലാഹു നൽകും, അല്ലാഹു നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാവരെയും ഈ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുക. അല്ലാഹുവേ, നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, ഞങ്ങളെ സഹായിക്കുന്നവരല്ലാ, നീ സഹായിക്കണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ധാരാളം ആളുകൾ പ്രയാസങ്ങള്, പ്രതിസന്ധികൾ പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്. എൻ്റെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി കാണാനുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ശനിയാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് വരിക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം പ്രയാസങ്ങൾ, പ്രതിസന്ധികളുള്ള ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. നീയാണ് ഷാഫിഉ തമ്പുരാനെ, നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി ശനിയാഴ്ചയാണ് കാണാനുള്ള ഡേറ്റ്. അത് ഈ നമ്പറിൽ വിളിച്ച് ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ട് വരിക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ദുആയിലേക്ക് കടക്കാം. ധാരാളം ആളുകൾ ദുആ വസിയത്തുകൾ ചെയ്ത ആളുകളുണ്ട്. കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും വിളിച്ച് സങ്കടങ്ങൾ പറയുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവയുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, നീ അവരെ സ്നേഹിക്കണേ അല്ലാഹ്, നീ അവരെ സംരക്ഷിക്കണേ അല്ലാഹ്, നീ കാത്തു സംരക്ഷിക്കണേ അല്ലാഹ്, നീ അവർക്ക് കാവലേഖണേ അല്ലാഹ്, അവരുടെ ബിസിനസ്സിൽ കാവലേഖണേ അല്ലാഹ്, അവരുടെ കുടുംബത്തിൽ കാവലേഖണേ അല്ലാഹ്, അവരുടെ എല്ലാ സകനാത്ത് ഹർക്കാത്തുകൾ അല്ലാഹ് നീ കാവലേഖണേ അല്ലാഹ്, നീ കാവലേഖണേ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം, ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. കാരണം നമ്മളെ മുറാദുകൾ നമ്മൾ മനസ്സിൽ കരുതുക. ധാരാളം ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ധാരാളം ആളുകൾ കണ്ട് ആമീൻ പറയുന്ന സമയത്ത് ഒരാബിദായ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാള് ആത്മാർത്ഥതയോടുകൂടി ആമീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് പോലെ ഈ ഇരുത്തം മുതലായി, ഈ മജ്ലിസ് കാണൽ മുതലായി നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا سميع يا الله، يا ذا الجلال والإكرام، يا ذا الجلال والإكرام، يا ذا الجلال والإكرام. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ അമ്പിയാക്കള്, ഔലിയാക്കള്, സലഫുസ് സ്വാലിഹീങ്ങള്, ആബിദീങ്ങള്, മുസന്നിഫീങ്ങള്, മുഫസ്സിരീങ്ങള്, മൺമറഞ്ഞു പോയ അല്ലാഹ് നിന്റെ ഔലിയാക്കള്, ഇവരുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്, ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അടിയങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്, അടിയങ്ങൾക്ക് കൃപ നൽകണേ അല്ലാഹ്, അടിയങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, നീ മാപ്പ് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടും അല്ലാഹ്. വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരുകപ്പെടും. ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസയും ചുമന്നു കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസയിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാഹ്. ഊരക്ക് കൊണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഞങ്ങളുടെ കവള് മണ്ണിനോട് ചേർക്കപ്പെടും. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്, ഈ രക്ഷ നൽകണേ അല്ലാഹ്. മലാക്കന്മാരുടെ സഹായമുള്ള ഖബറുകളിൽ ഞങ്ങളെ ഖബറിനെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ഖബറിനെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ഖബറിനെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത അമാലുകളെ ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഞങ്ങൾ ചെയ്ത അമാലുകളെ ഖബറിൽ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, മജ്ലിസ് സ്ഥിരമായി കാണുന്ന ആളുകളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അവരുടെ എല്ലാ ഹലാലായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത
ചെയ്യുന്നവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് എല്ലാ രോഗങ്ങളും നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. നീ പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങളെ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്, പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. കാലുവേദനയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ ഇബാദത്തിന് പോലും തടസ്സമുള്ള രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. കിഡ്നി സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ലിവർ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഡയാലിസിസ് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഹൃദയ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവയുടെ രോഗങ്ങൾ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് തലവേദനയിൽ സഞ്ചാരമുള്ള മൈഗ്രെയിൻ പോലുള്ള തലവേദനയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് മാറാത്ത തലവേദന നിന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലോ അല്ലാഹ്, ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലോ അല്ലാഹ്. യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ വന്ന് കണുപ്പുകളിൽ സഞ്ചാരമുള്ളവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ തൈറോയിഡിന്റെ പ്രയാസങ്ങളുള്ള ഒരു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഉസ്കിന്റെ കംപ്ലൈന്റ് ഉള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. കൺകാഴ്ച കുറഞ്ഞു വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ നീ കാഴ്ച ശക്തി നീ കൊടുക്കണേ അല്ലാഹ്, നീ കാഴ്ച ശക്തി കൊടുക്കണേ അല്ലാഹ്. ഷുഗറും കൊളസ്ട്രോളും പ്രഷറുമുള്ള ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. രോഗമുള്ളവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളൊന്നും ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, നീ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാഹ്. ബ്ലോക്കും സ്റ്റോക്കും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഒരു മൂലയിൽ കെടുക്കുന്നൊരവസ്ഥ, ഒരു മൂലയിൽ കെടുത്തുന്ന അവസ്ഥ ഞങ്ങളെ കെടുത്തല്ലാത്ത അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല അല്ലാഹ്, നീ കെടുത്തല്ല അല്ലാഹ്, നീ കെടുത്തല്ല അല്ലാഹ്. ഭക്ഷണത്തിന് പൈപ്പിട്ട് മൂത്രത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുത്തല്ല അല്ലാഹ്, ഞങ്ങളെ കെടുത്തല്ല അല്ലാഹ്. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. മക്കൾ പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല അല്ലാഹ്, ഞങ്ങളെ കെടുത്തല്ല അല്ലാഹ്. അല്ലാഹു അത്തരം രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാഹ്, ഞങ്ങളെ മാറ്റല്ല അല്ലാഹ്. റഹ്മുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്, നീ സംരക്ഷിക്കണേ അല്ലാഹ്, നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് ചികിത്സ ആവശ്യാർത്ഥം വരുന്ന ആളുകളുണ്ട്. അവിടെ എല്ലാ പ്രയാസങ്ങളും നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, അവിടെ എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്, നീ പരിഹരിക്കണേ അല്ലാഹ്. ഇവിടുന്ന് പ്രയാസങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പോയ ആളുകൾ, റാഹത്തായ ആളുകളുണ്ട്. അത്തരം അവസ്ഥകൾ ഇനി ഒരിക്കലും അവർക്ക് നീ കൊടുക്കല്ലോ അല്ലാഹ്, കൊടുക്കല്ലോ അല്ലാഹ്. പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്. അത്തരം അവസ്ഥകൾ നീ ബാത്തിനാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ബാത്തിനാക്കി കൊടുക്കണേ അല്ലാഹ്. അത്തരം അവസ്ഥകൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് വീടില്ലാത്തവരൊരു വീടിന് വേണ്ടി ദുആ ചെയ്യണേ തങ്ങളെ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഒരു റാഹത്തായ ഒരു മസ്കൻ അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. അതിൽ ജീവിക്കാനും റാഹത്തായി താമസിക്കാനും അവർക്ക് നീ
ഭാഗ്യം കൊടുക്കണേ അല്ലാ, നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. മകളുടെ കാര്യത്തിൽ തങ്ങളെ ദുആ ചെയ്യണം, കല്യാണ കാര്യത്തിൽ ദുആ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാ, ഒരു ലാഹിക്കായ ഒരു ഇണയെ നീ കൊടുക്കണേ അല്ലാ. മകനിക്ക് ലാഹിക്കായ ഒരു ഇണയെ കൊടുക്കണേ അല്ലാ. എന്നിട്ട് റാഹത്തായ രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ പലവരും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. നടു റോട്ടിൽ നിന്നും പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കീറി മുറിക്കുന്ന ശരീരങ്ങളായി ഞങ്ങളെ ശരീരത്തെ മാറ്റല്ലേ അല്ലാ, നീ മാറ്റല്ലേ അല്ലാ, നീ മാറ്റല്ലേ അല്ലാ. ഒരു ഈച്ച വന്ന് ഞങ്ങളെ മയ്യത്തിലിരുന്നാൽ അത്രയും ഞങ്ങൾക്ക് വേദനയാണ് അല്ലാഹുവേ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥയിൽ ഞങ്ങളാക്കല്ല അല്ലാ, നീ ആക്കല്ല അല്ലാ. ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ, ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, ഞങ്ങളെ മജ്‌ലിസ് കാണുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, നീ അവരെ സംരക്ഷിക്കണേ അല്ലാ, നീ അവരെ സംരക്ഷിക്കണേ അല്ലാ. ഈ സയ്യിദിയൻ കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകൾ അല്ലാഹുവേ, അല്ലാഹുവേ, നീ അവരെ കാക്കണേ അല്ലാ, നീ അവരെ സംരക്ഷിക്കണേ അല്ലാ, നീ അവരെ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, നീ അവരെ കാക്കണേ അല്ലാ. ഇവിടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കണേ അല്ലാ, നീ ഹൈറിലാക്കണേ അല്ലാ, നീ ഹൈറിലാക്കണേ അല്ലാ. കേരളത്തിന്റെ അകത്തും പുറത്തും ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, നീ അവരെ സ്നേഹിക്കണേ അല്ലാ, നീ അവരെ സംരക്ഷിക്കണേ അല്ലാ, നീ അവരെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, നീ അവർക്ക് കാവലേക്കണേ അല്ലാ. അല്ലാഹുവേ, ദ്വീപ് നിവാസി അല്ലാഹുവേ, അവരെ കാത്തോളണേ അല്ലാ, അവരെ കാത്തോളണേ അല്ലാ. ധാരാളമായി സ്നേഹിക്കുന്നവരാണ് അല്ലാ, ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ്. ഞങ്ങളെപ്പോഴും അവിടേക്ക് പോയാൽ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് അല്ലാ. നീ അവരെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, നീ അവരെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാ, ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ, ബലാകൾ അവർക്ക് നീ കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങളെ പ്രവാസികൾ അല്ലാഹുവേ, പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ല അല്ലാ, പ്രയാസകരമാക്കല്ല തമ്പുരാനെ. അവിടുന്ന് മരണപ്പെട്ട് നാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്നൊരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ല അല്ലാ, കൊടുക്കല്ല തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, ഈ മജ്‌ലിസിനെ സഹായിക്കുന്നവരെ അല്ലാഹുവേ, നീ സഹായിക്കണേ അല്ലാ, നീ സംരക്ഷിക്കണേ അല്ലാ, നീ സംരക്ഷിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ, ഞങ്ങളെ കാത്തോളണേ അല്ലാ. ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കിത്തീർന്നതുപോലെ ഒരുക്കിത്തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാന്റെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് ഖബറിൽ നീ വിരിപ്പിക്കണേ അല്ലാ, നീ വിരിപ്പിക്കണേ അല്ലാ. മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. മാന്റെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, കണ്ണെത്താ ദൂരത്തോളം നീ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് ഖബറിൽ നീ വിരിപ്പിക്കണേ അല്ലാ, നീ വിരിപ്പിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നീ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഉപ്പൂപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ, ഹുദവി നൽകണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
ഇരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, നീ പെടുത്തണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ റഹ്മാനിൽ റഹീം. من زوال الإيمان ومن شر الشيطان ومن ظلم السلطان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك السلام عليكم الحمد لله السلام عليكم.